നമസ്കാരം പ്രിയപ്പെട്ടവരെ. കണ്ടന്റ് ഇല്ലാത്തതിന്റെ ക്ഷാമമാണോ ഇല്ലെന്നുള്ളതൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും നമ്മുടെ അരുണേട്ടന്റെ മറ്റേ ജസ്ന ഉണ്ടല്ലോ, ഫ്രോഡ് കൂതറ, ഇവള് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവള് കണ്ണന്റെ പടം വരച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നല്ലവരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസികൾ അവർ ഈ കണ്ണന്റെ പടമൊക്കെ വാങ്ങി 25,000 രൂപയ്ക്കാണ് കേട്ടോ ഒരു ഫോട്ടോയുടെ വില എന്നുള്ളത്. അതൊന്നും പൈസ ഉള്ളവർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കണ്ണനെ അത്രത്തോളം വിശ്വസിക്കുന്ന ആൾക്കാർ പൈസ നോക്കാതെ ഇവളുടെ ഈ പടം വാങ്ങിക്കാറുണ്ട്. അത് അവരുടെ ഒരു എന്താ പറയുക, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇവൾ പറ്റിക്കുന്നുണ്ട് എല്ലാവരെയും. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കാലം കുറേ ആയല്ലോ ഇവളുടെ ഈ ഫ്രോഡ് പരിപാടികൾ കേരളത്തിൽ ഇറക്കാൻ തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഇവളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് ഞാൻ തട്ടം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് എന്തേ ഇവള് പോകാത്തത്? ഇവള് പോകൂല. കാരണം ഇവിടെ ആ മതത്തിൽ നിന്ന് പോയാലോ അല്ലെങ്കിൽ ആ പേര് മാറ്റിയാലോ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ചില വാണങ്ങളുണ്ടല്ലോ, അവർ പിന്നെ 7 അയലത്ത് പോലും ഇവിടെ അടുപ്പിക്കത്തില്ല. നമ്മുടെ ഹാർപ്പിക് ഹുസൈനും ജാമിദായും നുസ്രത്തും ഇവരൊക്കെ പേര് മാറ്റാത്തതിന്റെ കാരണം എന്താ? പേര് മാറ്റിയാൽ മൊത്തം പോയി. അങ്ങനെ പേര് മാറ്റിയ ഒരു വേട്ടാവളിയനുണ്ട്. അതെ, അവിടെ അലി അക്ബർ എന്ന് പറയുന്ന രോമസിംഹനുണ്ടല്ലോ, അവൻ പേര് മാറ്റിയതോടുകൂടി സംഖ്യകള് കാലേ വാരി നിലത്തടിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പം പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ ഫ്രോഡ് അരുണേട്ടന്റെ ജസ്ന കുട്ടിയില്ലേ, ഇവള് വന്നിട്ട് ഇപ്പൊ ഒരു പ്രഖ്യാപനം നടത്തുക. കാരണം ഇവളുടെ ഉമ്മായും ബാപ്പായും ഹജ്ജിന് പോകാൻ പോകുന്നു, അത് ഇവളാണ് വിടുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇവക്ക് സമൂഹ മാധ്യമങ്ങളിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇവളോട് സലാം പറയുന്നു. അപ്പൊ സലാം പറയുമ്പോഴത്തേക്ക് അത് മടക്കി പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അത്രത്തോളം എന്താ പറയുക ബുദ്ധിമുട്ട്. നിങ്ങൾ എന്നെ എന്തിനാണ് വീണ്ടും ഇതിനകത്തേക്ക് വലിച്ചടയ്ക്കുന്നത്? ഈ സമൂഹത്തിൽ എത്രത്തോളം നന്മകൾ ചെയ്യുന്ന ആളാണെന്നറിയാം അവള്. പണ്ടേ ഇതിനകത്ത് നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുക. പിന്നെ ഈ ഇസ്ലാം മത വിശ്വാസത്തില് ഇങ്ങനെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും ഫ്രോഡ് പരിപാടിയും കാണിച്ചു നടക്കുന്നവരൊക്കെ പറഞ്ഞു വിടാനായിട്ടുള്ള ഒരു സംഭവം കൂടി ഇനി കൊണ്ടുവരണം. അതായത് മഹല്ല് കൊണ്ടുവരണം. കാരണം ഇങ്ങനെ മതത്തെ പറയിപ്പിക്കാൻ നടക്കുന്നവരെയൊക്കെ മഹല്ലിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ മതത്തിൽ നിന്ന് ആ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. അതാകുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഈ മറ്റേ സംഭവം ഉണ്ടല്ലോ ചൊറിച്ചില്, അതങ്ങ് മാറിക്കിട്ടിക്കോളും. എന്താണെങ്കിലും ഇവർക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നു എന്നാ പറഞ്ഞ. ഇപ്പൊ ഈ ഹജ്ജിന് ഉമ്മ പോകുന്നതിന്റെ, വാപ്പായും ഉമ്മയൊക്കെ പോകുന്നുണ്ട്. സത്യത്തിൽ ഇവളെ ഈ കോലത്തിലാക്കിയതാരാണ്? ഇവളുടെ ഉമ്മയും വാപ്പായും തന്നെയല്ലേ. നല്ല രീതിയിലുള്ള മതവിദ്യാഭ്യാസവും നല്ല രീതിയിൽ ജനങ്ങളോട് ഇടപഴകേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയധികം പറയിപ്പിക്കുന്ന ഒരു സാധനം നമ്മുടെ ഈ സമൂഹത്തിലുണ്ടാകത്തില്ല. ഇപ്പൊ ഒരുത്തി ഉണ്ടല്ലോ, ഒരു പാവത്തിന്റെ ജീവൻ എടുത്ത അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ മുന്തിയ ഡേഞ്ചർ ഐറ്റമാണ് ഈ സാധനം. ഇനി ഇവളെന്തൊക്കെയാണോ കാണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അരുണേട്ടൻ ജസ്നായുടെ സ്വന്തം സഹോദരനാണ് കേട്ടോ, കസിൻ ബ്രദറാണ്. ആ കസിൻ ബ്രദറും പെങ്ങളും കൂടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടാണല്ലോ. കേരളത്തിലെ പൊതുസമൂഹം ചാണാമുക്കിയ ചൂലിന് ഈ വൃത്തികെട്ട ചൂലിനൊക്കെ അടിച്ചു ഓടിക്കേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവളുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ട് ഇവൾക്ക് ആരൊക്കെയാണോ കമന്റ് അയച്ചിരിക്കുന്നത്, നിങ്ങൾ ഇനി മേലിൽ ദൈവക്ക് കമന്റ് അയക്കരുത്. ഇവളെ കമന്റ് അയച്ച് നിങ്ങൾ പോപ്പുലർ ആക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. കാരണം ഇവളെ ഏത് കോലത്തിൽ വേണം ജീവിച്ചു പോകട്ടെ, നമ്മൾ വെറുതെ വിടുന്നേ. പക്ഷെ ഇതിനകത്തോട്ട് കയറി ചൊറിയാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും. കഴിഞ്ഞ ദിവസം ഇവള് തിരുവനന്തപുരത്ത് ഭീമാ പള്ളിയിൽ പോയി നിന്നുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് ഇവള് കാണിച്ചിട്ടുള്ള ഒരു കോപ്രായം, അത് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവള് വീഡിയോ ഇട്ടത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ അങ്ങോട്ട് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിൽ കൂടിയ രീതിയിൽ തിരിച്ചടിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഈ വീഡിയോ നോട്ട് നോക്കാം. ഒരു മനുഷ്യന് ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. എനിക്ക് പ്രതികരിച്ച് മതിയായിട്ടുള്ളൊരു കാര്യമാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചെറിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ജൂൺ 1 തൊട്ടിട്ട് എൻ്റെ ലൈഫിൽ തട്ടമില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പ്രഖ്യാപനം നടത്തിയതിന് ശേഷം പല രീതിയിൽ പലരും എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പം നമുക്ക് മെസ്സേജ് അയച്ചിട്ടാവാം, ചിലപ്പം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാവാം, കമന്റ് അയച്ചിട്ടാവാം, അങ്ങനെ ഒരുപാട്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ 2016 തൊട്ടിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങളൊക്കെ കാണുന്നതാണ്. ഞാനും ചോദിക്കട്ടെ, അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ഞാൻ ഇസ്ലാം മത നിയമപ്രകാരം അല്ലെ ഇസ്ലാമിനൊരു നിയമമുണ്ട് എങ്ങനെ തട്ടമിടണം, എങ്ങനെ നടക്കണം എന്നുള്ള രീതി. ആ രീതിയിലാണോ ഇത്രയും കാലം ഞാൻ തട്ടമിട്ടത് എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കിയിട്ട് പറയോ? ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ് എങ്കിൽ പോലും ഇസ്ലാമിന് പറഞ്ഞിരിക്കുന്ന ഒരു റൂളുണ്ട്. ആ റൂളിലല്ല ഇന്നേ വരെ ഞാൻ തട്ടമിട്ടിട്ടുള്ളത്. ആ റൂൾ അനുസരിച്ച് നമ്മുടെ ഒരു മുടി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനൊരു എന്താ പറയുക, ഒരു സ്കാർഫ് പോലെ ഒരു ഷാള് അങ്ങനെ ഇട്ട് എന്ന് മാത്രമേ അതിലുള്ളൂ. ഞാൻ ഇതുവരെ
എൻ്റെ ലൈഫിൽ ഏറിപ്പോയ 1-2 പ്രാവശ്യം ഞാൻ ചിലപ്പം ഇസ്ലാം മത വിശ്വാസപ്രകാരം തട്ടമിട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ കമന്റ് ഇടുന്ന ആൾക്കാരും ഒക്കെ നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ ഷാളിട്ട രീതി കണ്ടാൽ അവർ ഇസ്ലാം മത വിശ്വാസപ്രകാരം ഒന്നുമല്ല അവർ ഷാളിട്ടിരിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസത്തിൽ ഇന്ന രീതിയിൽ ഷാൾ ഇടണമെന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരേഴ മുടി എവിടെയും കാണിക്കാൻ പാടില്ല എന്നുള്ളത്. ഏതൊരു വീഡിയോസ് ആണെങ്കിലും ഏതൊരു ഇന്റർവ്യൂ ആണെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ തട്ടം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിന്റെ മുമ്പ് വരെ, അല്ലെ അതിന്റെ 1 മണിക്കൂർ മുമ്പ് വരെ ഞാൻ തട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു റൂൾസ് പ്രകാരമൊന്നുമല്ല ഞാൻ തട്ടമിട്ടത്. പിന്നെ എന്നാത്തിനാണ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഈ മതം ഛർദ്ദിക്കാൻ വരുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഇതിൽ കിട്ടുന്നത്? ഇത് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാണ്. ഞാൻ ലൈവിൽ വന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന, ആ സ്ത്രീയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, സ്ത്രീ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, സലാം എന്റെ ലൈവ് സ്വീകരിക്കുന്നതല്ല, എന്നാലും വേണ്ടിയില്ല വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അത് കേട്ട പാടുക സ്ത്രീ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് മടക്കാൻ താല്പര്യമില്ലേ, നിങ്ങൾ എന്തിന് നിങ്ങളുടെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കുന്നു എന്ന് ചോദിച്ചിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുന്നത്, അതിന്റെ പുറകെ തന്നെ എന്റെ മാതാപിതാക്കളെ എന്നാത്തിനാണ് എടുത്തിടുന്നത്? കുറച്ച് ഉളുപ്പും മാനവും നിങ്ങൾക്കുണ്ടോ? അറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആൾക്കാർ നമ്മുടെ രീതിയിൽ തന്നെ ജീവിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര ഇത്? എന്റെ മാതാപിതാക്കൾ ഇന്നേ വരെയായിട്ട് ഞാൻ പറഞ്ഞാൽ ഇസ്ലാമിനൊരു റൂളുണ്ട്. ആ റൂൾ അനുസരിച്ചാണ് എൻ്റെ ഉമ്മ ഇന്നേ വരെ തട്ടമിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വീട്ടിൽ കൂടിയ പോലും എൻ്റെ ഉമ്മ അങ്ങനെ മുടി കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പം അറിയാതെ മുടി കണ്ടുപോയി എന്നായിരിക്കും. അത്രമേൽ നടക്കുന്നൊരു ഉമ്മയാണ്. എൻ്റെ ബാപ്പയാണെങ്കിലും 4-5 ഉംറക്ക് പോയി വന്നിട്ടുള്ള ഒരാളാണ്. അവരോട് എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ എൻ്റെ രീതിയിൽ നടക്കണമെന്ന് എനിക്ക് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മാതാപിതാ ഗുരു ദൈവം എന്നാണ് പണ്ടേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം മാതാകൃഷ്ണനെ വരച്ച് വിറ്റ് കിട്ടുന്ന പൈസയിൽ ഹജ്ജിന് പറഞ്ഞേക്കാൻ നാണമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത്. അങ്ങനെ നിങ്ങൾക്ക് നാണക്കേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മാനെ വാപ്പാനെ ഞാൻ തന്നെ കൊണ്ടുപോകണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാൻ മുമ്പോട്ട് ഇറങ്ങുമോ? എന്തിനും പ്രതികരിക്കാൻ ആർക്കും പറ്റും. അത് ആർക്കും പറ്റുന്നൊരു സംഭവമാണ്. കാരണം വായിലൊരു നാവുണ്ടേ എന്തും വിളിച്ചു പറയാം. അതേപോലെ എന്തും വിളിച്ചു പറയാനുള്ള ഒരാളാണ് ഞാനെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചുമ്മാതാ. ഈ എന്തും വിളിച്ചു പറയാം, എങ്ങനെയും വിളിച്ചു പറയാം, ഞാൻ പ്രതികരിക്കില്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മതപരമായിട്ട് എന്നോട് ഞാൻ എടുത്ത തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നില്ല എങ്കിൽ എന്തിനെന്റെ പുറകെ വരണം? എന്തിനെന്റെ വീഡിയോസിന് റിയാക്ഷൻ വീഡിയോ ചെയ്യണം? എന്തിനെന്റെ ലൈവിൽ വന്നിട്ട് സലാം പറയേണ്ട ആവശ്യം? എന്തിനാണ് എന്റെ കമന്റിന്റെ താഴെ വന്ന് സലാം പറയേണ്ട ആവശ്യം? എന്തിനാണ് എനിക്ക് വാട്സപ്പിലകത്ത് മെസ്സേജ് അയച്ച് സലാം പറയേണ്ട ആവശ്യം? നിങ്ങൾക്ക് ഞാൻ വലിയൊരു എന്താ പറയാ കണ്ണിലെ കരട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ മതത്തെ വിശ്വാസത്തെ നിങ്ങൾക്ക് ഞാൻ വ്രണപ്പെടുത്തി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനെന്റെ പുറകെ വന്നിട്ട് ആ മതവിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം? നിങ്ങൾക്കൊക്കെ എന്തിന്റെ അസുഖമാണ്? ഇവക്ക് സലാം പറയാനും ഇവളുടെ വാപ്പായ ഉമ്മായ ഹജ്ജിന് പോകുന്നതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അല്ല, എനിക്ക് മനസ്സിലായിട്ട് വയ്ക്കുക. കണ്ടന്റിന്റെ ക്ഷാമം ഒരുപാടുള്ളപ്പം ഇത്തരത്തിലുള്ള ചില പരിപാടികളായിട്ട് ഈ കൂതറ സാധനം പുറത്തേക്ക് ഇറങ്ങും. ഇവള് മുള്ളിയാലും തുപ്പിയാലും ഒക്കെ ഉടനെ അവരുടെ സ്ക്രീൻഷോട്ട് വെച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ വോയിസ് വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വീഡിയോ ഇങ്ങനെ കീറി മുറിക്കുന്ന സാധനമാണല്ലോ. ഇതിനതൊന്നും ഇല്ലേ? കാരണം അവർ മെസ്സേജ് ഇട്ടതൊക്കെ കാണുമല്ലോ, അതൊന്നും ഇല്ലേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ഇങ്ങനെ വിഭാഗീയതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എടി, നിന്നെ പോലുള്ള ഇതുപോലത്തെ ഫ്രോഡിനെ ഒന്നുണ്ടല്ലോ ഈ സമുദായത്തിന്റെ വ്യക്താക്കളായിട്ടൊന്നും ഇവിടെ ആരും കാണുന്നില്ല. നിന്നെപ്പോലുള്ള കൂതറകളൊക്കെ ഈ സമുദായത്തിൽ ജനിച്ചു എന്നുള്ള ആ ഒരു സങ്കടം മനസ്സിലുണ്ട് കേട്ടോ. നീ ഇപ്പൊ മറ്റുള്ളവരുണ്ട് ഷിംചിത എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അവളിപ്പോൾ പിടിച്ചപ്പോൾ പർദ്ദയും മറ്റതൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. അതിന് മുമ്പ് വരെ അവളെല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് വീഡിയോ റീൽസ് എടുത്ത് ഒരു പാവം മനുഷ്യന്റെ ദേഹത്ത് കൊണ്ടിട്ട് മുട്ടിച്ചിട്ട് ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത്. നിന്നെപ്പോലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള വൃത്തികെട്ട സാധനങ്ങൾ കൃത്യമായിട്ട് മതപഠനം നിന്റെയൊക്കെ തന്തയും തള്ളയും പഠിപ്പിക്കാത്തത് കൊണ്ടും ആ ഈ ചട്ടക്കൂടി ജീവിപ്പിക്കാത്തത് കൊണ്ടും മാത്രമാണ് നീയൊക്കെ ഇങ്ങനെ പിഴച്ചു പോയത്. എന്തായാലും ഇനി ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. വീഡിയോ കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് അർമാദിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ബൈ.